ഹലോ. അപ്പോൾ ഇന്ന് പൂവൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഞാൻ തേങ്ങ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മൂടി തേങ്ങ എടുത്തിട്ട് ചിരകി അത് മിക്സി ജാറിലിട്ട് പിന്നെ ഒരു സ്പൂണ് മുളക് പൊടിയും ഞാനൊരു 1.25 സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി എടുത്താൽ മതി, എരിവ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് കമ്മിയായിട്ട് എടുത്താൽ മതി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലൊന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കുക. നല്ല നൈസായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ല മുരിഞ്ഞ് വരണ വരേക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മിക്സിയിൽ ഒന്ന് ചുറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അപ്പോൾ ഇതിലൊരു വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ട്. അപ്പോൾ അത് പോകുന്ന വരേക്കും ഇളക്കി കൊടുക്കുക. നല്ല ഡ്രൈ ആവണ വരേക്കും ഇളക്കി കൊടുക്കണം. പിന്നെ അത് സിമ്മിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്, കരിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇളക്കിയെടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നോക്കാം. അപ്പോൾ അത് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ഡലിപ്പൊടി റെഡിയായി കഴിഞ്ഞു. ഇതൊരു ആറി കഴിഞ്ഞിട്ട് ഒരു കുപ്പിയിൽ ബാട്ടിലിട്ട് വെച്ചാൽ 10 ദിവസം വരേക്കും ഇത് കേടുകൂടാണ്ട് ഇരിക്കും. അപ്പോൾ അതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.